ഗൈസ് നമ്മൾ വർഷത്തിലെ ആദ്യത്തെ സിനിമ കാണാൻ വന്നിരിക്കുകയാണ്. നമ്മളിപ്പം ഉണ്ണീത കോട്ടുണ്ട്. നമുക്ക് കാണാൻ വന്നിരിക്കുന്നത് ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ സിനിമയാണ്. ടോവിനോൻ്റെ ഹോം ടൗണായിട്ടുള്ള ഇരിഞ്ഞാലക്കുടയിൽ തന്നെയാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. മാസിലാണ് കാണാൻ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഷോ, വർഷത്തെ ആദ്യത്തെ സിനിമ, ആദ്യത്തെ ഷോ 2-ാം തീയതി. എങ്ങനെയുണ്ടെന്ന് പടം കഴിഞ്ഞിട്ട് പറയാം. ഇൻ്റർവെല്ലിന് ഒരു ചെറിയ റിവ്യൂ ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഉണ്ണി പറയാനുള്ളത്? വളരെ നല്ലൊരു സിനിമയാണ്. ത്രില്ലറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഭയങ്കര സസ്പെൻസാണ്. മിസ്റ്ററി നിറഞ്ഞിരിക്കുകയാണ് പടത്തിൽ. ഒന്നും പറയാനില്ല. അതായത് ക്വാളിറ്റി ടോപ്പ് നോച്ച് തന്നെ പറയാനുള്ളൂ. ഇനിയിപ്പോൾ ഒരു ക്യാരക്ടർ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ഇരുട്ടായി മൊത്തമാണ്. വേറെ ടാഡ് വരുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന സിനിമ കണ്ടിരിക്കുകയാണ്. സിനിമയുടെ ഡീറ്റെയിൽ റിവ്യൂയിലോട്ട് നമുക്ക് കടക്കാം. സോ ഹേ ഗഡികളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ധ്യാൻ ദേവിച്ച്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ എനിക്ക് വളരെയധികം ഇഷ്ടമായ ഒരു സിനിമയാണ്. 2025 ഹിറ്റടിക്കാൻ, നോട്ട് മൈ വേർഡ്സ്, ഹിറ്റടിക്കാൻ വളരെയധികം ചാൻസ് ഉള്ളൊരു സിനിമ തന്നെയാണ്. മാർക്കോൻ്റെ ഒരു കത്തൽ ഇപ്പോഴും ഉണ്ടെങ്കിലും ഈ സിനിമ നല്ലൊരു സിനിമ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ്, അതുപോലെ തന്നെ ആക്ടേഴ്സിൻ്റെ ആക്ടിങ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഈ സിനിമ ഞാൻ ഒട്ടും ഹൈപ്പില്ലാതെയാണ് പോയി കണ്ടത്. പലവർക്കും ഈ സിനിമ, ഇങ്ങനൊരു സിനിമ ഇറങ്ങുന്ന കാര്യം തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ ഒരു സർപ്രൈസ് ഹിറ്റിനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. ടോവിനോൻ്റെ ആക്ടിങ് ആയാലും, ആളുടെ ഓരോ ക്യാരക്ടർ ബിൽഡിങ് ആയാലും, പിന്നെ ആ സിനിമയിൽ എന്താണ് ഒന്നിടവിട്ട് വരുന്ന ഓരോരോ ട്വിസ്റ്റുകളും നമ്മളെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സിനിമ കണ്ടിരിക്കാനായിട്ട് ശ്രമിക്കും. ചില സ്ഥലത്തൊക്കെ നമ്മൾക്ക് പ്രെഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി വളരെയധികം, ഇതിപ്പോൾ വേറൊരു റിവ്യൂ കണ്ടിട്ടല്ല, നേരെ 10 മണിയുടെ ഷോയ്ക്ക് പോയിട്ടാണ്, നിങ്ങൾ തുടക്കത്തിൽ കണ്ട പോലെ നേരെ 10 മണിയുടെ ഷോയ്ക്ക് പോയിട്ടാണ് ഈ പടം കണ്ടിട്ടുള്ളത്. സോ വേറെ ആരും ഒപ്പീനിയനില്ലാതെ ഞാൻ എൻ്റെ തന്നെ ഒപ്പീനിയനിൽ പടം കണ്ട് ഇത് വന്നിട്ടിരുന്ന ഇതാണ്. അതായത് 2025 ആദ്യം കണ്ട പടം എന്നെ വളരെയധികം സാറ്റിസ്ഫൈ ചെയ്യിപ്പിച്ചു. എൻ്റെ 130 രൂപ എടുത്തിട്ട്, 130 ഇവിടെ ടിക്കറ്റ് റേറ്റ്, നിങ്ങളുടെ അവിടെ എത്രയാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എൻ്റെ 130 രൂപ എടുത്തിട്ട് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയ്ക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ലൊരു അംഗീകാരം. പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്താനുള്ള ഒരിത്, അത് ഈ സിനിമയിൽ എന്തായാലും ഉണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ്, ഞാനൊന്നും പറയണില്ല. ടിക്കറ്റ് എടുത്തോ, പടം കണ്ടോ, വർത്താണ് മക്കളെ. അത്രേ ഉള്ളൂ. ബൈ.